എടുക്കാനുണ്ടായിരുന്നു. ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ചെറിയൊരു ക്ലാസ്സേ ഉള്ളൂ, വളരെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് ഒരു ടോപ്പിക്ക് മാത്രമേ നമ്മുടെ ഫോക്കസ് പോയിന്റിലുള്ളൂ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനും ഒക്കെ ബാക്കിയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ അതിൻ്റെ അകത്തെ ചെറിയ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അതും കൂടി ഒന്ന് എടുത്തേക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഇക്വേഷൻ അറിയാമല്ലോ, ഈക്വൽ സൈൻ ഉള്ളതാണ് ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ആയ ഡി എക്സും ഡി വൈ, ഡി എക്സ് ഡി വൈ, ഇത് ഈ രണ്ട് ടേംസ് ഡി എക്സ് ഡി വൈ അതിൻ്റെ ഹയർ പവറോ ഹയർ ഓർഡറോ ഹയർ ഡിഗ്രിയോ ഒക്കെ വരാം. ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ വൈ, നമുക്ക് അതറിയാവുന്ന ഫസ്റ്റ് ഓർഡർ ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സിനെ രണ്ടായിട്ട് എഴുതിയേക്കുന്നത് ഡി എക്സ് ഡി വൈ രണ്ടായിട്ട് കിടക്കാൻ ഒന്നിച്ചും വരാം, എങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ വൈയെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡി വൈ ബൈ ഡി എക്സ്, അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതിന് തേർഡ് ഓർഡർ ഉണ്ട്, ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തേർഡ് ഓർഡർ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് കിട്ടും. അപ്പോൾ അങ്ങനെ എത്ര ഓർഡർ വേണേലും കിട്ടും. അപ്പോൾ ഇതിലേതെങ്കിലും വന്നാൽ മതി, ഡി എക്സോ ഡി വൈയോ അല്ലെ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഹയർ ഓർഡർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എക്സെട്ര, ആ രീതിയിൽ വരുന്ന അങ്ങനെയുള്ള ടേംസ് വരുന്ന ഇക്വേഷൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ ഇക്വേഷൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി എക്സോ ഡി വൈയോ അതിൻ്റെ ഹയർ ഓർഡറോ ഹയർ ഡിഗ്രിയോ ഒക്കെ അങ്ങനെ എങ്ങനെ വന്നാലും അതൊക്കെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ പറയുന്നതിന് മുമ്പ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രി ഇമ്പോർട്ടൻ്റ്. ഒരു മാർക്കിന് ഓർഡർ ഒരു മാർക്കിന് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡിഗ്രി അതുപോലെ, അത് എളുപ്പമാണ്. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 dy by dx plus 3 equal to 0, ഇതൊരു ഇക്വേഷനാണ്. ഇതിൻ്റെ അത് dy by dx ഉണ്ട്. അല്ലെങ്കിൽ sin x into dx plus tan y dy ഈക്വൽ ടു 0, ഇതുണ്ടോ, ഡി എക്സും ഡി വൈയും ഉണ്ട്. ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അല്ലെ 3d സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷൻസാണ്. ഇങ്ങനെ വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഓർഡർ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഓർഡർ ഈസി ആയിട്ട് പറയാം, പക്ഷേ ഡിഗ്രി എല്ലാ കേസിലും പറയണമെന്നില്ല. ചില ഇക്വേഷന് ഡിഗ്രി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ വരുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളെങ്കിൽ അതിൻ്റെ ഓർഡർ 1 ആണ്, ഫസ്റ്റ് ഓർഡർ അല്ലേ. ഇനി ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവാണ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബിന് തേർഡ് ഓർഡർ ആണ്, അപ്പോൾ ഓർഡർ 3 വരും. ഹയസ്റ്റ് ഓർഡർ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബും വരാം, ഡി വൈ ബൈ ഡി എക്സ് ഓൾ റേസ് ടു 5ഉം വന്നാൽ ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും 5 ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ഡി വൈ ബൈ ഡി എക്സ് ആയ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡിഗ്രി പവർ ആണ് 5. ഇത് ഓർഡർ അല്ല, ഇത് ഈ ടേമിൻ്റെ പവറാണ്, അതല്ല എടുക്കേണ്ടത്. ഇവിടെയാണ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് തേർഡ് ഓർഡറാണ്. ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് തേർഡ് ഓർഡർ. മാറിപ്പോയത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് വരുമ്പോൾ തേർഡ് ഓർഡർ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഓർഡർ 3 വരും. ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബാണ്, അപ്പോൾ തേർഡ് ഓർഡറാണ്. അപ്പോൾ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 വരും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒരു ഇക്വേഷൻ എന്നാൽ ഡിഗ്രി പറയാൻ പറ്റില്ല. ഡിഗ്രി പറയണമെങ്കിൽ ആദ്യം ഈ ഇക്വേഷനകത്ത് റൂട്ടോ ഫ്രാക്ഷൻസോ അങ്ങനെ പവർ റൂട്ടോ ഫ്രാക്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി ഒരു നോർമൽ ഇക്വേഷൻ ആക്കണം. അതായത് എക്സ്പോണൻസ് പവർ ഒരിക്കലും റൂട്ടോ റാഡിക്കൽസോ ഫ്രാക്ഷൻസോ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഡിഗ്രി പറയാൻ പറ്റത്തില്ല. അതൊക്കെ മാറ്റിയതിന് ശേഷമേ ഡിഗ്രി ഒരു നോർമൽ ഇക്വേഷൻ ആയാലേ ഡിഗ്രി പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സൈന് കോസ് അങ്ങനെയുള്ള ഫംഗ്ഷൻ, അത് ഇ റേസ് ടു അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഈ ഡി വൈയോ ഡി എക്സോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. എക്സ് വരാൻ കുഴപ്പമില്ല. അപ്പോൾ സൈൻ എക്സ് വന്നു എന്ന് കരുതി കുഴപ്പമില്ല. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ്
സൈന് കോസ് ഈ റേസ്റ്റു അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ അകത്തും വരാൻ പാടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി പറയാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഡിഗ്രി ഇനി ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ലെങ്കിൽ ഡിഗ്രി പറയാം. ഡിഗ്രി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എക്സ്പോണന്റ് ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. എക്സ്പോണന്റ് എന്ന് വെച്ചാൽ ഡിഗ്രി, പവർ, എക്സ്പോണന്റ് ഓർ പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. നമ്മുടെ ഇക്വേഷന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇത് രണ്ടും വരുമ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് അല്ലേ, അതിന്റെ പവർ എത്രയാന്ന് നോക്കുക. ഇവിടെ 1, ഇവിടെ റേസ് ടു 5 ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ മാത്രമേ നമ്മൾ ഓർഡറിനും ഡിഗ്രിക്കും നോക്കുന്നുള്ളൂ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാന്ന് നോക്കണം, അതിന്റെ ഓർഡറാണ് ഇക്വേഷന്റെ ഓർഡർ. ഇനി ആ ഹയസ്റ്റ് ഓർഡറിന്റെ പവർ ഡിഗ്രി അത് എത്രയാന്ന് നോക്കുക, അതാണ് ഇക്വേഷന്റെ ഡിഗ്രി. ഇപ്പം ക്ലിയർ ആയോ? അപ്പം ഡിഗ്രി എല്ലാ കേസിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിഗ്രി പവർ റൂട്ട് ഓർ റാഡിക്കൽസ് ഒക്കെ ഉണ്ട്, അത് മാറ്റണം ആദ്യം. ഇനി അതിൻ്റെ സൈനോ കോസ് അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് വന്നാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പം നമുക്ക് ഡിഗ്രി പറയാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ആ ഇക്വേഷനകത്ത് വരുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ, ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പോണന്റ്, അതായത് പവർ, അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡി വൈ ബൈ ഡി എക്സ് തന്നെ പറഞ്ഞൊന്നുമില്ല കേട്ടോ, വേരിയബിൾ പറയാം. ഡി എസ് ബൈ ഡി ടി അല്ലെ ഡി എസ് ബൈ ഡി ടിയോ ഡി യു ബൈ ഡി ബിയോ അങ്ങനെ പലതും വരാം, കുഴപ്പമൊന്നുമില്ല. വേരിയബിൾ എക്സും വൈ വേണം നിർബന്ധമൊന്നുമില്ല. ഓർഡർ അതിൻ്റെ ഡിഗ്രി കാണാനാണ് ഡി എസ് ബൈ ഡി ടി ഹോൾ റേസ് ടു 4 പ്ലസ് 3s ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഈ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും കാണണം. ഓർഡറും ഡിഗ്രിയും നിങ്ങൾ നോക്കുക. ഇവിടെ ഡി എസ് ബൈ ഡി ടി ഉണ്ട്, ഇവിടെ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്. ഹയസ്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്. സെക്കൻഡ് ഓർഡർ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പോൾ ഓർഡർ നമ്മൾ പറയുന്നത് 2. ഡി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, ഓർഡർ 2. ഇനി ഡിഗ്രി പറയാൻ വേണ്ടി ഇവിടെ റൂട്ട് ഓർ റാഡിക്കൽസ് അങ്ങനെയൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് പറയാം. ഇനി പവർ ഓഫ് അല്ലെ എക്സ്പോണന്റ് ഓഫ് പവർ ഓഫ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയറിന്റെ പവർ നോക്കുക. ഇതിന്റെ പവർ 1 അല്ലേ, അവിടെ ഇടാത്തപ്പോൾ 1, അത് 1 ആ. അപ്പോൾ നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ടേം മാത്രമേ നോക്കുന്നുള്ളൂ ഡിഗ്രിക്കും ഓർഡറിനും. അത് ഏത് ഓർഡറാണ് നോക്കുക, അതാണ് ഇക്വേഷന്റെ ഓർഡർ. അതിന്റെ പവർ ഹോൾ റേസ് ടു അത് എത്രയാണ് നോക്കുക, അതാണ് ഡിഗ്രി. ആ ഒറ്റ ടേമേ നോക്കാവുള്ളൂ. വേറെ ഇവിടെ റേസ് ടു 4 എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഫസ്റ്റ് ഓർഡറിനാണ്, ഫസ്റ്റ് ഓർഡറിന്റെ അല്ല, സെക്കൻഡ് ഓർഡർ ആണ് ഹയസ്റ്റ്, അതിന്റെ പവർ വേണം നോക്കാൻ. അപ്പോൾ ഓർഡർ 2 ഡിഗ്രി 1. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇത് ഡി വൈ ബൈ ഡി എക്സ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഡി വൈ ബൈ ഡി എക്സിനെ വൈ ഡാഷിന് ഇടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് തന്നെ വൈ 2 ഡാഷ്, നമ്മൾ ഡിഫറൻസിയേഷനകത്ത് പഠിക്കുന്നുണ്ട്. ഡി ക്യൂബിനെ നമ്മൾ വൈ 3 ഡാഷ് ഇങ്ങനെ എഴുതാം. വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എന്നൊക്കെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. വൈ 3 ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഡി ക്യൂബ് വൈ ബൈ ഇതെന്ന് വെച്ചാൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഹോൾ ക്യൂബ് ഡി എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. അതിനെ വൈ 3 ഡാഷ് എഴുതിയിരിക്കുന്നത്. പ്ലസ് വൈ 2 ഡാഷ് ഹോൾ ക്യൂബ് പ്ലസ് വൈ ഡാഷ് ദ ഹോൾ റേസ് ടു 4 പ്ലസ് വൈ റേസ് ടു 5 ഈക്വൽ ടു 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇത് വൈ, ഇത് വൈ ഡാഷ് വൈ 2 ഡാഷ് വൈ 3 ഡാഷ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഹയസ്റ്റ്. അപ്പൊ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ 3 ഡാഷ് ആ. വൈ 3 ഡാഷ് എന്ന് വെച്ചാൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആ. അപ്പോൾ ഓർഡർ നമുക്ക് കിട്ടി തേർഡ് ഓർഡർ ആ. ഓർഡർ എന്ന് പറയുന്നത് 3 വൈ 3 ഡാഷ് അല്ലേ, തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആ. ഇനി അതിന്റെ പവർ നോക്കണം. പവർ ഓഫ് അല്ലെ എക്സ്പോണന്റ് ഓഫ് വൈ 3 ഡാഷ്. വൈ 3 ഡാഷിന്റെ പവർ നോക്കുക 2 ആ. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് 2 വരും. ഡിഗ്രി എന്ന് പറയുന്നത് 2 വരും. ഇവിടെ വേറെ റൂട്ട് ഓഫ് റാഡിക്കൽസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് നേരിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിഗ്രി 2 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഓർഡറും ഡിഗ്രിയും കാണുന്നത്. അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഡി റേസ് ടു 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4 d raised to 4y by dx raised to 4 plus sin of y 3 dash equal to 0. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് നമുക്ക് ഓർഡർ പറയാം. ഹയസ്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് y 3 ഡാഷ്, y 3 ഡാഷിന്റെ d ക്യൂബ് y ബൈ dx ക്യൂബ് ആണ്. y 3 ഡാഷ് ഇത് d raised to 4 ഉണ്ട്.
ഹയസ്റ്റ് എന്ന് പറയുന്നത് d⁴y/dx⁴ ആണ്. അപ്പോൾ ഓർഡർ നമുക്ക് പറയാം ഓർഡർ ഈസ് ഈക്വൽ ടു 4. ഫോർത്ത് ഓർഡർ ഉണ്ടല്ലോ. ഈ ഡിഗ്രി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. y3' ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ആയ y3' d3y/dx³ വന്നേക്കുന്ന സൈനിനുള്ളിലാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ടേം സൈൻ ഓഫ് y3'. സൈൻ ഓഫ് എക്സ് വന്നാൽ കുഴപ്പമില്ല, എക്സ് ഇൻഡിപെൻഡന്റ് വരില്ല, എക്സോ 3x 2x എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ dy/dx y', അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇവിടെ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ഡിഗ്രി പറയാൻ പറ്റത്തില്ല. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഈ കേസിൽ സൈന് കോസ് അല്ലെ ലോഗ് അതിൻ്റെ അകത്തൊന്നും ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് വരാൻ പാടില്ല. വന്നാൽ നമുക്ക് ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. അത് നോക്കി ക്ലിയർ ആവും. മനസ്സിലായല്ലോ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം നോക്കുക. അതിൻ്റെ ഓർഡറാണ് നമ്മുടെ ഇക്വേഷൻ്റെ ഓർഡർ, അതിൻ്റെ പവറാണ് നമ്മുടെ ഇക്വേഷൻ്റെ ഡിഗ്രി ഡിഫൈൻഡ് ആണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ സാധാരണ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ x + 5 = 10. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇത് ശരിയാവുന്നുള്ളതാ. എക്സിന് 5 കൊടുത്താൽ ഇക്വേഷൻ ശരിയാവും. അതാണ് ഇതിന്റെ സൊല്യൂഷൻ. നമ്മൾ ഏത് വാല്യൂ ആണോ അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ dy/dx പ്ലസ് dy/dx + y = e⁻x. ഇതൊരു ഇക്വേഷനാണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫംഗ്ഷൻ y ഓഫ് x, y is equal to a function of x. അതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇവിടെ നമ്മൾ yക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇക്വേഷൻ ശരിയാവുമെന്ന് നോക്കിയാൽ മതി. yയുടെ ഏത് y, ഇപ്പൊ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ എടുത്താൽ y is equal to e⁻x കൊടുത്താൽ y equal to e⁻x, അതിന്റെ ഡെറിവേറ്റീവ് e⁻x, dy/dx ഉം e⁻x ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2e⁻x വരും. ഇപ്പൊ e⁻x എന്ന് പറയുന്നതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the function y of x which satisfies the equation. y of x, y is a function of x അല്ലേ. ഏത് ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, yക്ക് ഏത് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. yക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ശരിയാവുന്നത്. yക്ക് കൊടുക്കുന്ന വാല്യൂ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ ആ ഇക്വേഷൻ ട്രൂ ആകുന്നത്, അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഇൻ്റഗ്രേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പം അതിന് ഒരു 3 ടൈപ്പ് ഉണ്ട്. അതിന് മുമ്പ് ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ പറയാവേ. ഒരു ഇനീഷ്യൽ കണ്ടീഷൻ y of x0 = y0 എന്നൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നാൽ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. y of x0 = y0ന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. when x = x0, xന്റെ വാല്യൂ x0 ആവുമ്പോൾ yയുടെ വാല്യൂ y0 ആവുന്നു എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരുമല്ലോ, ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻ ഇത്. അപ്പോൾ y of x0 = y0 എന്നൊരു കണ്ടീഷൻ തന്നാൽ ഇത്ര മീനിങ് ഉള്ളൂ. when x ന്റെ വാല്യൂ x0 ആവുമ്പോൾ y = y0, y = y0 ആണ് when x = x0. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ചിലപ്പോൾ അത് നമ്മുടെ ഫോക്കസ് പോയിന്റിൽ ആ പോർഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്താണേലും സൊല്യൂഷൻ 3 ടൈപ്പാണ്. 1 വേരിയബിൾ സെപ്പറബിൾ ഫോം, 2 ഹോമോജീനിയസ് ഇക്വേഷൻ, 3 ലീനിയർ ഇക്വേഷൻ. നിങ്ങൾക്ക് ഫോക്കസ് പോയിന്റിലെ വേരിയബിൾ സെപ്പറബിൾ മാത്രമേ ഉള്ളൂ, വേരിയബിൾ സെപ്പറബിൾ ഫോം മാത്രമേ ഉള്ളൂ. അപ്പം അത് മാത്രം നമുക്ക് ചെയ്താൽ മതി. ബാക്കി ഉള്ളത് ഹോമോജീനിയസ് മിക്കവാറും ചോദിച്ചേക്കും. ഫോക്കസ് പോയിന്റിൽ ഇല്ലാത്തതാണെങ്കിലും ചോദിക്കുന്നത്, ഹോമോജീനിയസ് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. പക്ഷെ അത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുറേ ചെയ്യാനുണ്ട്. എന്താണേലും നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം പറയാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയുമ്പം അതിൻ്റെ പ്രൊസീജിയർ കൂടുതലായിട്ടൊന്നുമില്ല. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക. നമ്മുടെ ഇക്വേഷനിൽ dxഉം dyയും ഉണ്ട്, dxഉം dyയും ഉണ്ട്. വേരിയബിളിനെ സെപ്പറേറ്റ് ചെയ്യുക. വേരിയബിൾ സെപ്പറബിൾ ഫോം, വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. dxന്റെ ഒപ്പം ഫംഗ്ഷൻ ഓഫ് x ആക്കുക, ഡിവൈയുടെ ഒപ്പം dxഉം dyയും ഉണ്ടല്ലോ. ഫസ്റ്റ് ഡിഗ്രി മാത്രമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളൂ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ മാത്രമേ സോൾവ് ചെയ്യാനുള്ളൂ. ഡിവൈയുടെ ഒപ്പം yയുടെ ഫംഗ്ഷനും ആക്കുക. അങ്ങനെ തിരിച്ചെഴുതണം. dxന്റെ ഒപ്പം dxഉം dyയും മേളിൽ വരണം.
ശ്രദ്ധിച്ചോണം, ഡി എക്സും മേളിൽ വരണം, ഡി വൈയും മേളിൽ വരണം. ഡി എക്സിന്റെ ഒപ്പം എക്സിന്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് കൊണ്ടുവരിക, ഡി വൈയുടെ ഒപ്പം വൈയുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് കൊണ്ടുവരിക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്താൽ സൊല്യൂഷൻ ആവും. അതാണ് പ്രൊസീജിയർ. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ദ വേരിയബിൾസ് ആൻഡ് ദെൻ ഇന്റഗ്രേറ്റ്. അതാണ് പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ആണ്, അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ. ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ. ആദ്യം വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. നമുക്കൊരു ഡി എക്സും ഡി വൈയും മേളിൽ വരണമെന്ന് പറഞ്ഞല്ലോ, ന്യൂമറേറ്ററിൽ വരണം. ഡി എക്സ് താഴെയാണ്, അതിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ന്യൂമറേറ്ററിലാക്കാം. ഡി വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് നോക്കാം. ഇങ്ങനെ മാറ്റാം. ഇനി നോക്കാം, ഡി വൈയുടെ ഒപ്പം വേറെ ഫംഗ്ഷൻ ഒന്നുമില്ല, കുഴപ്പമില്ല. ഡി എക്സിന്റെ ഒപ്പം കിടക്കുന്നത് വൈയുടെ ഫംഗ്ഷനാണ്. ഇത് ഇവിടെ അല്ല വരേണ്ടത്. ഡി എക്സിന്റെ ഒപ്പം എക്സ് മതി, വൈ വേണ്ട. എക്സിന്റെയും കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും വൈ വേണ്ട. ഈ വൈയുടെ ഫംഗ്ഷനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇൻറ്റു ആയിരുന്നു, ഇപ്പൊ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. 1 ബൈ റൂട്ട് 4 മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഡി വൈ മേളിലുണ്ട്, ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടി. കണ്ടോ? ഇപ്പൊ ഡി വൈയുടെ കൂടെ എക്സിന്റെ വൈയുടെ ഫംഗ്ഷൻ വന്നു, ഡി എക്സിന്റെ കൂടെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ റൂട്ട്, നമുക്ക് ഇനി വേണം 4നെ 2 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നില്ല, ഡി വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഇന്റഗ്രലിന്റെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റഗ്രേഷൻ ആണല്ലോ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാ ഇന്റഗ്രൽ 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പഠിച്ചതല്ലേ? ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ഒരിടത്ത് എഴുതിയത്, ലെഫ്റ്റിലും റൈറ്റിലും കൂടെ എഴുതേണ്ട, എവിടെയെങ്കിലും ഒരിടത്ത് മതി. അപ്പൊ ഇവിടെ നോക്കാം, എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വൈ വന്നു, എയുടെ സ്ഥാനത്ത് 2 വന്നു. അതവിടെ കൊടുത്താൽ മതി. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം വൈ ആണ്, ബൈ എക്ക് പകരം 2 ആണ്, ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ്. ഇന്റഗ്രൽ ഡി എക്സ് നമ്മൾ ഡയറക്റ്റ് പഠിച്ച എക്സ് ആണ്, പ്ലസ് കോൺസ്റ്റന്റ് സി. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. അത് നിങ്ങൾ മോഡിഫൈ ചെയ്യാനൊന്നും പോകണ്ട, ഇങ്ങനെ കിട്ടുന്ന അതേ എവിടെ എഴുതിയാൽ മതി. സൈൻ ഇൻവേഴ്സ് വൈ ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് സി. അതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പുതിയതായിട്ടൊന്നുമില്ല. ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ആകെപ്പാടെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക. അതായത് ഡി വൈയുടെ ഒപ്പം വൈ കൊണ്ടുവരിക, ഡി വൈയുടെ ഒപ്പം ഈ വൈയുടെ ഫംഗ്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡി എക്സ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ എന്നിട്ട് ഫുൾ ഇന്റഗ്രേഷനാണ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. അത് പഠിക്കണം, അത് പഠിച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇന്റഗ്രേഷൻ പഠിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അപ്പൊ നമ്മള് ഒറ്റയടിക്ക് ഡി എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് നമുക്ക് പടിപടിയായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനൊരു കാര്യം ചെയ്യാം, വൈയെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ അപ്പുറയാകുമ്പോൾ 1 മൈനസ് വൈ എന്ന് വരും. ഇനി നമുക്ക് ഡി എക്സിനെ അപ്പുറം ഉണ്ട്. ഡി വൈ ഈക്വൽ ടു 1 മൈനസ് വൈ, അപ്പോൾ ബ്രാക്കറ്റിൽ ഇടണം, ഇൻറ്റു ഡി എക്സ്. നോക്കുക, വേരിയബിൾ ഡി വൈ കുഴപ്പമില്ല, പക്ഷെ ഡി എക്സിന്റെ ഒപ്പം 1 മൈനസ് വൈ അത് നമുക്ക് ഇപ്പറേ കൊണ്ടുവരാം. 1 ബൈ 1 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു ഡി എക്സ്. ഓക്കെ, ഇങ്ങനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഒറ്റയടിക്ക് ഡി എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അതിന് ആദ്യം പ്ലസ് വൈ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി മൈനസ് വൈ ആക്കണം, 1 മൈനസ് വൈ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് 1 മൈനസ് വൈ കിട്ടി. ഇനി ഡി എക്സ് താഴെയുള്ള ഡി എക്സും ഡി വൈയും മേളിലേ വരാനുള്ളൂ. ഡി എക്സ് താഴെയാണ്, അത് അപ്പുറം കൊണ്ടുപോയാൽ മേളിലായിക്കോളൂ. അപ്പം ബ്രാക്കറ്റ് ഇട്ടോണം. ഇനി നമ്മൾ നോക്കാം, ഡി എക്സിന്റെ ഒപ്പം 1 മൈനസ് വൈ വരാൻ പാടില്ല, വൈ വരാൻ പാടില്ല, അതുകൊണ്ട് ഇതിനെ നമ്മൾ ലെഫ്റ്റിൽ കൊണ്ടുപോകും. ഇപ്പൊ ഓക്കെ, ഡി വൈയുടെ ഒപ്പം 1 മൈനസ് വൈ, ഡി എക്സിന്റെ ഒപ്പം ഒന്നുമില്ല, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ 1 മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ്. ഇനി നമ്മൾ ഇന്റഗ്രേഷനാ 1 ബൈ 1 മൈനസ് വൈ. ഇത് നിങ്ങൾ പഠിച്ച ഇന്റഗ്രൽ 1 ബൈ എ എക്സ് പ്ലസ് ബി വന്നാല് ഓർക്കുന്നുണ്ടോ? 1 ബൈ എക്സോ 1 ബൈ എ എക്സ് പ്ലസ് ബിയോ വന്നാൽ കുഴപ്പമൊന്നുമില്ല. 1 ബൈ എക്സിന് ലോഗ് മോഡ് എക്സ് അല്ലേ, ഇവിടെ ലോഗ് മോഡ് എ എക്സ് പ്ലസ് ബി വരും. ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എ വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ ഫോമിലേക്ക് കിടക്കുന്നത് എക്സ് മാറി വൈ ആണെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് മോഡുലസ് 1 മൈനസ് വൈ ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് സ്ഥാനത്ത് വൈയുടെ കോഎഫിഷ്യന്റ് എടുക്കണം. വൈയുടെ കോഎഫിഷ്യന്റ് -1 ആണ്, അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ലോഗ് മോഡുലസ് 1, ഇപ്പൊ 1 ബൈ എക്സ് ഫോമിലല്ലേ, 1 ബൈ എക്സ് ഫോമിലാണ്. അപ്പൊ ലോഗ് മോഡ് എക്സ് ആണ് ഇന്റഗ്രല്. ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എക്സിന് വരും വൈ ആ, വൈയുടെ കോഎഫിഷ്യന്റ് -1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇവിടെ ഇത്ര എഴുതിയാലും മതി, കൂടുതൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾ കൊളവാക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ആണ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഇവിടെ വരെ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ,
ഇന്റഗ്രേഷൻ പഠിച്ചവർക്ക് ഇതൊക്കെ എളുപ്പമാണ്. ഞാൻ എന്നേ പറഞ്ഞില്ലേ, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ബേസ് അറിയാവുന്നവർക്ക് ബാക്കിയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ sec square x into tan x, sec square x into tan x, tan y ആണ്, tan y dx plus sec square y tan x dy equal to 0. ഇതാണ് sec square x into tan y dx plus sec square y into tan x dy equal to 0. അപ്പം നിങ്ങൾ നോക്കാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ഒരു ടേമിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം, ഒരു ടേമിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അപ്പുറത്തും ഇപ്പുറത്തും ആക്കാം, ഡി എക്സ് ഇപ്പുറത്തും ഡി വൈ അത് എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്ക് ഇതിവിടെ കിടക്കാം sec square x into tan y dx ഈക്വൽ ടു ഇത് അപ്പുറം ഉണ്ടാവും മൈനസ് വരും, മൈനസ് sec square y into tan x dy. ഇനി നമ്മൾ വേരിയബിളിനെ മാറ്റാൻ, ഇവിടെ നമുക്ക് tan y വേണ്ട, അത് അപ്പുറം കൊണ്ടുപോകണം, അവിടെ നമുക്ക് tan x വേണ്ട, അത് ഇപ്പുറം കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് നോക്കാം, sec square x ഇവിടെ വേണം, tan y യെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, അതുപോലെ tan x നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇൻറ്റു tan x ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ tan x ആവും, ഇൻറ്റു ഡി എക്സ് ഇവിടെ ഉണ്ട്, ഈക്വൽ ടു മൈനസ് ഉണ്ട്, sec square y അവിടെയുണ്ട്, ഈ tan y യെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, താഴെ വരും, ബൈ tan y dy കണ്ടോ. ഇപ്പൊ ഇത് വേരിയബിൾ സെപ്പറേറ്റ് ആയി, ഇവിടെ എക്സ് കംപ്ലീറ്റ് ആണ്, ഇവിടെ y കംപ്ലീറ്റ്. അപ്പൊ ഒന്നും ആണെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇന്റഗ്രൽ sec square x by tan x dx equal to minus integral sec square y by tan y dy. ഇത് നമ്മൾ ഇനി സെപ്പറേറ്റ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒറ്റയടിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ആദ്യത്തേത് കൺസിഡർ ചെയ്തു, കൺസിഡർ ഇന്റഗ്രൽ sec square x by tan x dx. അപ്പൊ ഇന്റഗ്രേഷൻ പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്, ഓർക്കുന്നുണ്ടോ? ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യണം. tan x ന്റെ ഡെറിവേറ്റീവ് അല്ലേ sec square x, നമ്മൾ അതിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം, അതായത് ഈക്വൽ ഇന്റഗ്രൽ 1 by tan x into sec square x dx. എന്നിട്ട് tan x ന് u ന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, നമ്മൾ പഠിച്ച u equal to tan x. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു തന്നല്ലേ നിങ്ങൾക്ക്. du by dx, tan x ന്റെ ഡെറിവേറ്റീവ് അറിയാമല്ലോ, sec square x, ഈ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ അതെല്ലാം പഠിക്കണം. du equal to sec square x into dx. നമ്മളപ്പം ഈ ഇത് ഇവിടെ മാറ്റുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ഇന്റഗ്രൽ 1 by tan x ന് u കൊടുത്തു, sec square x dx ന് du കൊടുത്തു, 1 by u du വരും. 1 by u du ന്റെ ഇന്റഗ്രൽ അറിയാമല്ലോ, log മോഡുലസ് u പ്ലസ് c. ഇനി നമ്മൾ log മോഡുലസ് u നെ മാറ്റുന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു log മോഡുലസ് u ഇവിടെ കൊടുത്തത് tan x അല്ലേ, tan x പ്ലസ് c. ഇത് നമ്മൾ നേരത്തെ പഠിച്ച സംഗതിയാണ്, പുതിയതായിട്ടുള്ള കാര്യമല്ല ഇവിടെ തൊട്ടുള്ളത്. tan x ന് u കൊടുത്തു, tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x എന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ u കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് sec square x dx ന് വരും du കിട്ടും, 1 by u du. 1 by u du ന്റെ log മോഡുലസ് u പ്ലസ് c ആണ്, log mod x tan x പ്ലസ് c. ഇതുപോലെ തന്നെയല്ലേ ഇത് കിടക്കുന്നത്, സിമിലർലി ഇട്ടാലും മതി. ഇതിപ്പോ ഇതുണ്ടോ, ഇന്റഗ്രൽ sec square x by tan x dx അല്ലേ, സിമിലർലി ഇട്ട് അടുത്ത് എഴുതിയാലും മതി, അല്ലേ വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. സിമിലർലി മൈനസ് ഇന്റഗ്രൽ sec square x by tan x dx, sec square y by tan y dy, sec square y by tan y dy അല്ലേ. അപ്പൊ നോക്കുക, മറ്റേതുപോലെ തന്നെ എഴുതിയാൽ sec square x by tan x dx ഒരു log mod tan x. അപ്പൊ sec square y മൈനസ് ഓൾറെഡി ഉണ്ട്, sec square y by tan y വരുമ്പോൾ log mod tan y എന്നാക്കിയാൽ മതി, log mod tan y പ്ലസ് c. വേണേ ഇത് രണ്ടും കൂടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം നിർബന്ധമില്ല, ഇത് രണ്ടും ഇങ്ങനെ ഇട്ടാലും മതി. അപ്പം ഇതുപോലെ തന്നെ ഇത് എക്സ് മാറ്റി വൈ ആക്കിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ സെയിം വരും. എക്സ് മാറ്റി വൈ ആക്കാം, ഒരേ ഫംഗ്ഷൻ ആകുമ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട, അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പം ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഏതും വരാം, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ dy by dx equal to 1 plus x square into 1 plus y square. ഇത് വേരിയബിൾ സെപ്പറേറ്റ് ആക്കുക, ആദ്യം dx നെ അപ്പുറം കൊണ്ടുപോകാം. അപ്പം dy equal to 1 plus x square into 1 plus y square into dx വരും. ഇനി നമ്മൾ നോക്കാം, dy ഓക്കെയാണ്, ഇവിടെ
ഇത് വേണ്ട 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സിന്റെ ഒപ്പം വേണ്ട, അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ 1/1 പ്ലസ് വൈ സ്ക്വയർ വരും. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ആകുമല്ലോ. ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇങ്ങനെ വരും. അപ്പോൾ വേരിയബിൾ സെപ്പറേറ്റ് ആയി ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇതിപ്പോൾ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഫോം അല്ലേ, ഇത് നിങ്ങൾ പഠിച്ചാ. ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വെച്ചാൽ ഓർക്കുന്നുണ്ടോ? ടാൻ ഇൻവേഴ്സ് എക്സ് ആ, ടാൻ ഇൻവേഴ്സ് എക്സ് ആ. അപ്പൊ ഇവിടെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ വരെ വൈ സ്ക്വയർ ആണെന്നേ ഉള്ളൂ. 1 പ്ലസ് വൈ സ്ക്വയർ വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മാറി ടാൻ ഇൻവേഴ്സ് വൈ വരും. അതേ ഉള്ളൊരു വ്യത്യാസം. ഈക്വൽ ടു 1ന്റെ ഇന്റഗ്രൽ, ഇതിനാണ് ഇന്റഗ്രൽ 1 ഡി എക്സ്, അത് ഇന്റഗ്രൽ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വെച്ചാൽ എക്സ് ക്യൂബ് ബൈ 3, എല്ലാത്തിനും കൂടെ ഒറ്റ സി. ഇതാണ് ഇതിന്റെ ആൻസർ. ടാൻ ഇൻവേഴ്സ് y is equal to x plus x cube by 3 plus c. ക്ലിയർ ആയോ? സെപ്പറേറ്റ് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ അറിയാൻ മേലാത്തവർക്കാണ് ഇവിടെ വരുമ്പോൾ തപ്പല് വരുന്നത്. അതുപോലെ x raised to 5 dy by dx equal to minus y raised to 5. ഇതും ഈസി ആയിട്ട് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാം. dx നെ അപ്പുറം കൊണ്ടുവരിക. അപ്പോൾ x raised to 5 dy equal to minus y raised to 5 dx. ഇനി ചെയ്യേണ്ടത് ഉണ്ടോ, ഇത് x ഉം ഇത് y മാറണം അങ്ങോട്ടും കൊണ്ടു. ഈ x അപ്പുറം ഉണ്ട്, y ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് രണ്ടും ഈ x അപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ഈ y ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ 1/y raised to 5 dy equal to minus 1/x raised to 5 dx. ഇത് താഴോട്ട് വരും, ഇതും താഴോട്ട് വരും, രണ്ടും താഴോട്ട് വരും. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1/y raised to 5 എന്ന് വെച്ചാൽ അറിയാലോ, y raised to minus 5 dy equal to minus ഇന്റഗ്രൽ ഇത് മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ x raised to minus 5 dx. ഇങ്ങനെ പഠിച്ചല്ലേ, 1/a raised to n എന്ന് വെച്ചാൽ a raised to minus n എന്ന് പഠിച്ചതല്ലേ, അതവിടെ കൊടുക്കുന്നു. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. x raised to n ന്റെ ഇന്റഗ്രൽ ഓർക്കുന്നുണ്ടോ? x raised to n ന്റെ x raised to n plus 1 by n plus 1 അതാണ് ഇന്റഗ്രൽ. അപ്പം y raised to minus 5 ന്റെ ഇന്റഗ്രൽ y raised to minus 5 plus 1 by minus 5 plus 1 equal to minus x raised to minus 5 plus 1 by minus 5 plus 1 plus n plus 1 by n plus 1 minus 5 plus 1 വെച്ചാൽ minus 4. അപ്പോൾ y raised to minus 4 by minus 4 equal to minus x raised to minus 4 by minus 4 plus c. ഇത്രയേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടോ? നമ്മൾ ഇനീഷ്യൽ കണ്ടീഷന്റെ കാര്യം പറഞ്ഞത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. dy by dx equal to y tan x, y of 0 equal to 1. ഇത് ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് c കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ആണ്. ഇത് തൽക്കാലം അവിടെ കിടക്കട്ടെ, നമുക്ക് ഇത് മാത്രം എടുത്ത് ചെയ്യാം. dy by dx equal to y tan x അല്ലേ, dx അപ്പുറം കൊണ്ടുപോവാം. അപ്പം dy equal to y tan x into dx. dy കുഴപ്പമില്ല, ഇവിടെ y കിടപ്പുണ്ട്, ഈ y യെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 1/y dy equal to tan x into dx. ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 1/y dy equal to ഇന്റഗ്രൽ tan x into dx. 1/y dy ഇന്റഗ്രൽ അറിയാലോ, log മോഡുലസ് y equal to tan x ന്റെ ഇന്റഗ്രൽ ഡയറക്റ്റ് ഉണ്ട്. tan x ന്റെ ഇന്റഗ്രൽ log മോഡുലസ് sec x plus c. ഇത് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ. ഈ c കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കണ്ടീഷനാണ് y of 0 equal to 1. അതിന്റെ മീനിങ് y of 0 equal to 1 means, മീനിങ് നമ്മൾ എഴുതി ഓർക്കുന്നുണ്ടോ? when ബ്രാക്കറ്റിൽ കിടക്കുന്ന x ന്റെ വാല്യൂ ആണ്, x equal to 0 ഈക്വൽ ടു കിടന്ന് y equal to 1 എന്നല്ലേ, y equal to 1. അപ്പം y യുടെ വാല്യൂ 1, x ന്റെ വാല്യൂ 0. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1ലേക്ക് y യുടെ വാല്യൂ 1 ഉം x ന്റെ വാല്യൂ 0 ഉം കൊടുക്കുക. അപ്പോൾ നമുക്ക് log മോഡുലസ് y യുടെ വാല്യൂ 1 ഈക്വൽ ടു log മോഡുലസ് sec 0 പ്ലസ് c. ഇനി log 1 ന്റെ വാല്യൂ അറിയാലോ, log മോഡുലസ് 1 എന്ന് വെച്ചാൽ log 1 ആണ്, ഈക്വൽ ടു log
സീക്ക് സീറോയുടെ വാല്യൂ അറിയാമോ? സീക്ക് സീറോ 1 സീക്ക് സീറോ കോസ് സീറോ 1 അല്ലേ? റെസിപ്രോക്കലും 1 അപ്പോൾ log 1 പ്ലസ് സി എന്ന് വരും. log 1ന്റെ വാല്യൂ അറിയാമോ? log 1 ഞാൻ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പഠിപ്പിച്ചപ്പം പഠിപ്പിച്ച log 1ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ഈ log 1ന് 0 കൊടുക്കുന്നു. 0 ഈക്വൽ ടു ഇവിടുത്തെ log 1ഉം 0 ആണ് പ്ലസ് സി, അതായത് സിയുടെ വാല്യൂ 0 വരും. 0 ഈക്വൽ ടു സി എന്ന് കിട്ടത്തില്ല. ആ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻ തരുന്നേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സിയുടെ വാല്യൂ കൊടുത്താൽ log മോഡുലസ് y ഈക്വൽ ടു log മോഡുലസ് സീക്ക് എക്സ് പ്ലസ് സി വേണ്ട, സി 0 ആയിപ്പോയി. ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് വേരിയബിൾ സെപ്പറബിൾ ഫോം മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. ഹോമോജീനിയസ് നിങ്ങൾക്ക് പഠിക്കണത് നല്ല ബുദ്ധിമുട്ടാണ്. അത് പക്ഷേ ചോദിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് കുറേ പോർഷൻ ഒഴിവാക്കിയിട്ടില്ലേ? ഫോക്കസ് പോയിന്റ് അതിപ്പോൾ ഫുള്ള് പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഹോമോജീനിയസ് അത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കും. ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ എന്താണെന്ന് ചോദിക്കും. വേരിയബിൾ സെപ്പറേറ്റ് ആക്കി ഇൻ്റഗ്രേറ്റ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ പഠിക്കണം. അത് പഠിച്ചാലേ നടക്കുകയുള്ളൂ. നിങ്ങളത് നോക്കുക. ചെറിയൊരു സംഗതിയുള്ളൂ. ഈ ഒരു ക്ലാസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അതായത് ഓർഡർ ഡിഗ്രി കാണാനും ചോദിക്കും, ഇതും ചോദിക്കും. അത് പഠിച്ചോണം, നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, നമുക്ക് നിർത്താം. ഇത്രയേ ഉള്ളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഈ കാര്യം മാത്രമേ ഫോക്കസ് പോയിന്റിലുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.